ഇതുപോലെ തിന്നണം ഞാവൽപ്പഴം. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ജാമൂൻ സീസണാണ്, അതായത് ഞാവൽപ്പഴത്തിൻ്റെ സീസണാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ട് ഞാവൽപ്പഴം പറിക്കുന്നതും തിന്നുന്നതുമായിട്ടുള്ള. അപ്പോൾ നമുക്കും ഒരു ഞാവൽപ്പഴത്തിൻ്റെ വീഡിയോ ചെയ്യാം. ഇതാ ആ മരത്തിൻ്റെ മുകളിൽ കാണുന്നതൊക്കെ ഞാവൽപ്പഴമാണ്. ഇതടിക്കാൻ വവ്വാലൊന്നും വരില്ല എന്ന് തോന്നുന്നു. വവ്വാലൊക്കെ വന്നിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന സാധനമേ ഉള്ളൂ. അത് ആ രീതിയിൽ പഴുത്ത് തൊഴിഞ്ഞു പോകുന്ന കണ്ടീഷനാണ്. എന്നാ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുണ്ടിൽപേട്ടയിലെ നമ്മുടെ സുഹൃത്തിന്റെ ഫാം ഹൗസിലാണ്. ഇവിടുത്തെ ഒരുപാട് ഞാവൽപ്പഴങ്ങളൊക്കെ ആരും പറിക്കാനില്ലാതെ നിലത്ത് വീണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വഴിയോരങ്ങളിലൊക്കെ കിലോയ്ക്ക് 300 രൂപ നിരക്കിൽ സെയിൽ ചെയ്യുന്ന സാധനമാണ് ഇവിടെ ആരും പറിക്കാനല്ലാതെ നിലത്ത് തൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പറിക്കാൻ ആളില്ലാണ്ട് ഒരുപാട് തൊഴിഞ്ഞു പോയി. മുകളിലൊക്കെ ഫുള്ള് ഞാവൽപ്പഴം. കേരള ചിപ്പിറ നമുക്ക് നല്ല നല്ല മാത്രം മതി. വാവ്, നല്ല അടിപൊളി ഞാവൽപ്പഴം. അയ്യോ, നാട്ടിൽ എത്രയാ വില? ഇവിടെ ഒരു പട്ടിക്കും വേണ്ട. നാട്ടിൽ 300 രൂപ ഈ ഒരു ഞാവൽപ്പഴത്തിൻ്റെ വില. ഇവിടെ ആയിരിക്കും വേണ്ട. ഇതാ താഴെയൊക്കെ ഫുള്ള് തൊഴിഞ്ഞു പോയിരിക്കാം. അന്ന് നമ്മൾ എത്ര കൊണ്ടുപോയി? ഒരു 5 കിലോ കൊണ്ടുപോയി ഉണ്ടാവോ? വാ, ഇതാ ഇത് ഈ കൊല്ലം മൊത്തം നല്ല പഴുത്ത ഞാവൽപ്പഴം. ഇത് ചെറിയ മരത്തിലാണ് കേട്ടോണ്ടേ, വലിയ മരമൊന്നല്ല. ഇതിന്റെ വിത്ത് കുറച്ച് കൊണ്ടുപോയി ഇട്ട് നടാലേ? ഇതിന്റെ ഗുത്തിൽ, അതായത് ഇതിന്റെ വിത്തിന് നല്ല മെഡിസിനൽ വാല്യൂ ഉണ്ട്, റേറ്റ് കിട്ടുന്ന സാധനം. വാ, നല്ല അടിപൊളി ഞാവൽപ്പഴം. ഇത് നമ്മളെ ഗുണ്ടിൽപേട്ട നമ്മളെ ഫാം ഹൗസിലുള്ള ഞാവൽക്കായ മര. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല മുന്തിരി തോട്ടമുണ്ട്, അത് നമുക്ക് പോയി കാണാം. ഈ ഒരു കള ഇങ്ങനെ പറക്കി വരാം. ഇത് ഈ ഒരു കള ഇതാ ഈ ഒരു കൊല നല്ല അടിപൊളി ഞാവൽപ്പഴം. ഓ, തൊഴിഞ്ഞു പോന്നടാ. അണ്ണനാണ് നമ്മളെ തോട്ടമൊക്കെ നോക്കുന്നത് കേട്ടോ. എന്റെ കാലടിയെങ്കിലും ഒന്ന് പിടിച്ചു വെക്ക്. ഈ കാല് ഇവിടെ വെക്ക്. നാട്ടിലൊക്കെ വെള്ള മരത്തിന് ആകാശത്ത് പോയിട്ട് ഈ സാധനമല്ല ഉണ്ടാകുക. ഇതുപോലെ തിന്നണം ഞാവൽപ്പഴം. കവും കൂടി ചെയ്തില്ല, യാതൊരു പെസ്റ്റിസൈഡും ഒന്നും ഉപയോഗിക്കാത്ത നല്ല അടിപൊളി ഞാവൽ. എല്ലാം നല്ല പഴുത്ത് മൂപ്പായതാണ്. വേണ്ട, കൊണ്ടുപോയിക്കോ. അത് അവർക്ക് കൊടുത്ത് നമുക്ക് വേറെ പറിക്കാം. ഈ ഒരു വില നമുക്ക് എടുക്കാം. ഇത് കണ്ട, ഈ ഒരു കൊല മൊത്തം ഞാവലാണ്. ഇത് നമുക്ക് പറിക്കാം. ഓ, കൊറേ തൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കൊറേ തൊഴിഞ്ഞു കേട്ടോ. ഈ ഒരു കൊല കൊറേ തൊഴിഞ്ഞു. നമുക്ക് എല്ലാ ഞാവൽക്കാരും നല്ല പഴുത്ത് റെഡിയായതാണ് കേട്ടോ. നല്ല പഴുത്ത് അടിപൊളി. എടാ, ഒരു കവറുണ്ടെങ്കിൽ ഇത് മൊത്തം ഞാൻ പറിച്ചു തരടാ. ഇത് എല്ലാം തൊഴിഞ്ഞ് നാശമായി പോകും. കവറുണ്ടെങ്കിൽ എഴുന്നേല അറേഞ്ച് ആക്ക്.
ഇതെല്ലാം ഒന്ന് പിന്നെ വീണ് പോകുന്ന സാധനം, വീണ് നാശമായി പോവും. എടാ ഇതിൽ പുഴുവുണ്ട്, ചിലത് നോക്കി തിന്നണം. നല്ല അടിപൊളി സാധനം. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ച ഞാവൽപ്പഴം. എല്ലാം നല്ല അടിപൊളി മുന്തിരി കളറായി. എടാ ഇവിടെ വവ്വാലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നിപ്പാൻ്റെ ഒന്നും പേടിക്കണ്ട. ഇനി അടുത്ത് നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ പോവാണ്. എവിടെയാ മുന്തിരിത്തോട്ടം? ഇതൊക്കെ ഞാവൽപ്പഴത്തിൻ്റെ മരമാണ്. ഇമ്മൽ ഇപ്രാവശ്യം ഉണ്ടായില്ല. അവിടെയുള്ള 2-3 മരത്തിൻ്റെ മുകളിലാണ്. അത് അത്തി. ഇവിടെയും ഉണ്ട് ഞാവൽപ്പഴം. കുറേ സാധനം ഇവിടെ ഒന്നും പറിക്കാൻ ആളില്ലാണ്ട് തൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിൻ്റെ സീഡിന് റേറ്റ് ഉണ്ട്. അതായത് ജാമുൻ ഗുത്ലി എന്ന് പറഞ്ഞിട്ട് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ് ഇതിൻ്റെ സീഡ്. തൊഴിഞ്ഞു പോയതെല്ലാം പെറുക്കിയെടുത്താൽ നമുക്ക് സെയിൽ ചെയ്യാം. പെറുക്കിയ പേരാ ഇതിൻ്റെ മുകളിൽ കുറവാണ്. ഇത് വേറെ ചാമ്പക്ക. അനാറില്ലേ? ഇതൊന്നും വലിയ. ഇത് വേറെ ചാമ്പക്ക. ഇപ്പം എന്താ അനാറ്. ഇതൊക്കെ നല്ല അനാറാണ്. അവിടെ സപ്പോട്ട ഉണ്ട്, കുറേ മാവുണ്ട്. ഇത് നെല്ലിക്കയാണെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മളെ മുന്തിരിത്തോട്ടം കിടക്കുന്നത്. നമുക്കിനി മുന്തിരിത്തോട്ടം പോയി നോക്കാം. മുഴുവൻ മരങ്ങളാണ് കേട്ടോ. സപ്പോട്ട, ജാമുൻ, മാങ്ങ, അങ്ങനെ ഒരുപാട് പഴങ്ങളുടെ തോട്ടമാണ്. ഇതാണ് നമ്മളെ മുന്തിരിത്തോട്ടം. മുന്തിരി ആയില്ലാന്ന് തോന്നുന്നു. ചെറുതാണ്, തീരെ ചെറുതാണ്. നമുക്ക് പോയി നോക്കാം. ചെറിയ മുന്തിരിയാണ്. ഇതൊക്കെ മുന്തിരി. വാവ്, നല്ല അടിപൊളി മുന്തിരി. ഒരുപാട് മുന്തിരിയുണ്ട്. എന്തെന്നാ പേര് ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ? ഇനി മരുന്നെന്ന് പറഞ്ഞത് മരുന്നാണ് ഇനി തിന്നണ്ട. മരുന്നാണ് കഴിക്കാൻ മതി. അല്ലാണ്ട് മുന്തിരി ഉണ്ടാക്കണ്ടേ? മരുന്നില്ലാണ്ട് മുന്തിരി കിട്ടൂല. പിന്നെന്താ ചെയ്യണ്ടേ? ബിരിയാണിയല്ലോ എനിക്ക് മുന്തിരി ഇല്ലാണ്ട് എനിക്ക് പറ്റൂലല്ലോ. നല്ല അടിപൊളി മുന്തിരിയാണ് കേട്ടോ. ഇതാണ് മുന്തിരിയുടെ തൈ, മുന്തിരിയുടെ കമ്പ്. ഇത് വർഷങ്ങളോളം തെഴുപ്പ് പൊട്ടി മുന്തിരി ഉണ്ടാവും തോന്നുന്നു. വാവ്, ഇതാണ് ഇതിൻ്റെ മുതലാളി, മുന്തിരിത്തോട്ടത്തിൻ്റെ മുതലാളി. അല്ല മുതലാളി, വർഷം എത്ര വിളവ് കിട്ടും മുതലാളി? ഒന്ന് കൈക്കോട്ടെടുത്ത് കൊത്താത്ത ചെങ്ങായ. പക്ഷെ ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടവും അടക്കാത്തോട്ടമൊക്കെ ഉണ്ട് അല്ലേ? വാഴത്തോപ്പ്. ഇതൊക്കെ ഇതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സ്പ്രിങ്ക്ലറാണ് കേട്ടോ. ഇതുവഴിയാണ് ഇതിന് ചെടിക്ക് ആവശ്യമായ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഈ ഒരു പൈപ്പ് ത്രൂ ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ. അതായത് ഒരു മുന്തിരിത്തോട്ടം കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ ബസ്സിലൊക്കെ കാണുകയെന്നല്ലാണ്ട് അതേറ്റാണ് ഇത്ര നേരിട്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ വന്ന് കാണുന്നത്. ഇതാണ് പുളിയൻ മുന്തിരി. ഇപ്പം ഇത് പുളിയാണ്, പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം വരും. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പം അതും നമുക്ക് ഇന്ന് സാധിച്ചിരിക്കുകയാണ്.
അവിടെയൊക്കെ ഓരോ ഫാമിലിയൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മരുന്നടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളറിയില്ല. പക്ഷേ മുന്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞിട്ടുണ്ട്. ഇനി പാകമാവണം. പാകമാവുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നമുക്ക് പാകമാവുന്ന വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.